ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മൊഡ്യൂൾ 3യുടെ HMൻ്റെ മൊഡ്യൂൾ 3ൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ കപ്ലാൻ ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ട്യൂബാണ്. ഓക്കെ, ഇപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് അവർ ചോദിക്കുക വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്, പിന്നെ വാട്ട് ആർ ദ ഫങ്ഷൻസ്, ഡിഫൈൻ, ഇങ്ങനെയൊക്കെയാണ് ഡ്രാഫ്റ്റ് ട്യൂബിനെ ചോദിക്കാം. ഇപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ യഥാർത്ഥ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ ടർബൈൻ എപ്പോഴും വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇമ്മേഴ്സ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജെറ്റ് ഓഫ് വാട്ടർ വന്നിട്ട് ഈ റണ്ണർ ബ്ലേഡിൽ വന്നിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ജെറ്റിൻ്റെ വെലോസിറ്റി കുറയും. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ട്, അതായത് ഡിസ്ചാർജ് ഇക്വേഷൻ ഉണ്ട്, A1 V1 = A2 V2. അതായത് ഏത് സെക്ഷനിൽ നോക്കിയാലും അതിൻ്റെ ഒരു പൈപ്പ് ഫ്ലോയിലെ ഡിസ്ചാർജ് സെയിം ആവണം. ഓക്കെ, അപ്പോൾ ഈ A1 V1 അതായത് ഒരു സെക്ഷനിൽ ഒരു ഏരിയയിൽ കൂടെ ഒരു വെലോസിറ്റി കൂടെ വരുന്ന ജെറ്റ് ഒരു റണ്ണർ ബ്ലേഡിൽ ഒന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെലോസിറ്റി എന്താവും, റെഡ്യൂസ് ചെയ്യും. അതായത് V2 റെഡ്യൂസ് ആവും. V2 റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് റെഡ്യൂസ് ആവും. പക്ഷേ ഡിസ്ചാർജ് റെഡ്യൂസ് ആവാൻ പാടില്ല. അപ്പോൾ അതിന് കണ്ടിന്യൂസിറ്റി വേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വെള്ളം ഇങ്ങനെ സ്മൂത്തായിട്ട് ഫ്ലോ ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, ഏരിയനെ കോമ്പൻസേറ്റ് ചെയ്യണം. ഏരിയ നമ്മൾ ഇൻക്രീസ് എടുക്കണം. ഇപ്പോൾ A2 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താവും, അതിൻ്റെ ഡയമീറ്റർ കൂടും. അങ്ങനെ ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ, അതായത് ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ആയിട്ട് വരുന്നൊരു ട്യൂബിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ നമ്മൾ പഠിച്ചു. ഇമ്പൾസ് ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് കമ്പൾസറി അല്ല, കാരണം അറ്റ്മോസ്ഫിയറിക്കിലാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് വരുന്ന ജെറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിന് ഈസി ആയിട്ട് നമുക്ക് ടൈലറേഴ്സ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. പക്ഷേ റിയാക്ഷൻ ടർബൈനിൽ കഴിയില്ല. റിയാക്ഷൻ ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് കമ്പൾസറിയാണ്. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും അത് അത്ര ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ രണ്ടാമത്തെ സംഭവം, അതായത് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്, അത് പല ചോദ്യ പേപ്പറിലും കണ്ടൊരു സംഗതിയാണ്. ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് അതാണ്. അതിന് നമുക്ക് സ്കെച്ച് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാനോ അതിനെപ്പറ്റി എഴുതാനൊന്നും അധികം ഉണ്ടാവില്ല. സ്കെച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയും. എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതലും നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? കോണിക്കൽ, സ്പ്രെഡിങ്, സിമ്പിൾ എൽബോ വിത്ത് സർക്കുലർ ഇൻലെറ്റ് ആൻഡ് റെക്ടാങ്കുലർ ഔട്ട്ലെറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ നിഴലടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ 4 ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബാണ് ഇവിടെ കാണിച്ചത്. കാണുന്നില്ല നിങ്ങൾക്ക്? ഈ കോണിക്കൽ, സിമ്പിൾ എൽബോ, സ്പ്രെഡിങ്, കോണിക്കൽ വിത്ത് എൽബോ ടൈപ്പ് വിത്ത് സർക്കുലർ ഇൻലെറ്റ് ആൻഡ് റെക്ടാങ്കുലർ ഔട്ട്ലെറ്റ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു കോൺ ഷേപ്പാണിത്. അതുകൊണ്ടാണ് അതിന് കോണിക്കൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇൻലെറ്റ് ചെറിയ ഡയമീറ്ററും ഔട്ട്ലെറ്റ് വലിയ ഡയമീറ്ററും ആയിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ എൽബോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ പൈപ്പ് ഫിറ്റിങ്സിലൊക്കെ കണ്ടൊരു സംഗതി ഉണ്ട്, ഒരു എൽബോ അല്ലേ, നമ്മൾ ഹൈഡ്രോളിക്സിലൊക്കെ അതേ സാധനം തന്നെ. അതിൽ തന്നെ ഡയമീറ്റർ ഇൻലെറ്റിൽ കുറയും, ഔട്ട്ലെറ്റിൽ കൂടും. സ്പ്രെഡിങ് ടൈപ്പ് ആണെങ്കിൽ ഇവിടെ എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ സെയിം ഡയമീറ്റർ വരച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് 2 ബ്രാഞ്ചസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഔട്ട്ലെറ്റിൻ്റെ ടോട്ടൽ ഏരിയ എടുക്കുകയാണെങ്കിൽ ഇൻലെറ്റിനേക്കാളും കൂടും. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയാൽ മതി. ഓക്കെ, ഇനി നാലാമത്തെ പറഞ്ഞാൽ എൽബോ ടൈപ്പ് വിത്ത് സർക്കുലർ ഇൻലെറ്റ് ആൻഡ് റെക്ടാങ്കുലർ ഔട്ട്ലെറ്റ്. അതായത് നമ്മളിവിടെ കണ്ട അതേ സാധനം തന്നെ, സിമ്പിൾ എൽബോ ടൈപ്പ് തന്നെ. ഈ എൽബോ ടൈപ്പിൻ്റെ ഡിസ്ചാർജ്, അതായത് ഔട്ട്ലെറ്റിൽ നിങ്ങൾ എന്താക്കിയാൽ റെക്ടാങ്കുലർ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനമായി ഡ്രാഫ്റ്റ് ട്യൂബ് വിത്ത് സർക്കുലർ ഇൻലെറ്റ് ആൻഡ് റെക്ടാങ്കുലർ ഔട്ട്ലെറ്റ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ്റെ കാര്യങ്ങൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ മതി, എന്നാൽ തന്നെ മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. ഇപ്പോൾ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് എ ടർബൈൻ വെൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങളോട് ചോദിക്കും. ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് ഡിസ്ചാർജ്, യൂണിറ്റ് പവർ, യൂണിറ്റ് ഫോഴ്സ്, യൂണിറ്റ് ടോർക്ക്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ യൂണിറ്റ് സ്പീഡ്, ഡിഫൈൻ യൂണിറ്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the speed of the turbine when working under unit head. Unit force ആണെങ്കിൽ it is the force produced by the turbine when working under unit head. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് വരും. അത് വേണമെങ്കിൽ 2 മാർക്കിന്,
2 മാർക്കിന് വന്നു കഴിഞ്ഞാൽ ഈ 5 എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 6 മാർക്കിന് 7 മാർക്കിന് വരികയാണ്. ഡിഫൈൻ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് സെയിം ക്വസ്റ്റ്യൻ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾ എഴുതണം യൂണിറ്റ് സ്പീഡ്. ഇറ്റ് ഈസ് എ സ്പീഡ് ഓഫ് ദി ടർബൈൻ വെൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ്. യൂണിറ്റ് ഡിസ്ചാർജ്, ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ബൈ ദി ടർബൈൻ വെൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അതായത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് ലിസ്റ്റ് ദി യൂണിറ്റ് ക്വാണ്ടിറ്റീസ്. 6 മാർക്കിന് 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും ഡെഫിനേഷൻ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ. ഇപ്പോൾ സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൽറ്റൺ ടർബൈൻ്റെ കേസിലൊക്കെ ഞാൻ പറഞ്ഞത് സെയിം സംഗതി തന്നെ. ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്പീഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ടർബൈൻ വെൻ എ ജോമെട്രിക്കൽ സിമിലർ ടർബൈൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് പവർ. അപ്പോൾ ഒരു പവറിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പം കിട്ടുന്ന സ്പീഡ് ഓഫ് എ ജോമെട്രിക്കൽ, നമ്മളൊരു ടർബൈൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജോമെട്രിനോട് സിമിലർ ആയിട്ടുള്ള വേറെ ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡ് വെൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് പവർ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പമ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലും നമ്മൾ പഠിക്കുന്നത് ടർബൈൻസിനെ കുറിച്ചാണ്. പമ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് അവിടെ ഡിസ്ചാർജാണ് വരിക. ഓക്കെ, N√Q ആയിരിക്കും വരിക. കാരണം ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ പ്രൊഡ്യൂസ് ചെയ്യാനാണ്, അല്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സ്പെസിഫിക് സ്പീഡ് എപ്പോഴും പവറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. പക്ഷെ പമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോ സോഴ്സിൽ നിന്നും ഒരു ഹൈ ഹെഡിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന വെള്ളം, അതാണ് നമ്മൾ പമ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വേണ്ടത്? ഡിസ്ചാർജാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പമ്പിൻ്റെ സ്പെസിഫിക് സ്പീഡ് N√Q ആയിരിക്കും. N√Q ഡിവൈഡ് ബൈ H⁻³ അവിടെ പമ്പിൻ്റെ കേസിൽ H⁻³ ആയിരിക്കും, ടർബൈൻ്റെ കേസിൽ H⁵4 ആയിരിക്കും. സോ ഇത് നമ്മൾ പറഞ്ഞാൽ ഇതൊരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ഡിഫൈൻ ദി സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ. ഓക്കെ, ഇനി ലാസ്റ്റ് വണ് സെലക്ഷൻ ഓഫ് ടർബൈൻ. സെലക്ഷൻ ഓഫ് ടർബൈന് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നിശ്ചിത ഹെഡും നിശ്ചിത ഡിസ്ചാർജ് സ്പെസിഫിക് സ്പീഡൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും നമ്മൾ ഒരു ടർബൈനെ സെലക്ട് ചെയ്യുന്ന രീതി. ഓക്കെ, 2 രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യും. ഒന്ന് ബേസ്ഡ് ഓൺ സ്പെസിഫിക് സ്പീഡ്, ഒന്ന് ബേസ്ഡ് ഓൺ ഹെഡ് ഓഫ് വാട്ടർ. ഓക്കെ, അതിന് സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത്. കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സെലക്ഷൻ ഓഫ് ടർബൈൻ. ഇപ്പോൾ സ്പെസിഫിക് സ്പീഡ് അടിസ്ഥാനത്തിൽ റേഞ്ച് ഓഫ് സ്പെസിഫിക് സ്പീഡ് <30. ഓക്കെ, <30 ആണെങ്കിൽ സിംഗിൾ ജെറ്റ് പെൽട്ടൺ വീൽ. അപ്പോൾ ഇവിടെ B വന്നിട്ടുണ്ടെങ്കിൽ നോക്കണ്ട, പെൽട്ടൺ വീലിൻ്റെ ഞാൻ അടിച്ചതിന് മിസ്റ്റേക്കാണ്. ഇവിടെ 30 to 50 ആണ് സ്പെസിഫിക് സ്പീഡ് എങ്കിൽ മൾട്ടി ജെറ്റ് പെൽട്ടൺ വീൽ. 50 to 260 ഫ്രാൻസിസ് ടർബൈൻ, 260 to 860 കപ്ലാൻ ടർബൈൻ. സോ ഈ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്ന റേഞ്ചസ് ആണ്. അത് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ പല ബുക്കിലുണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട, ഒരു ഏതാണ്ട് റേഞ്ച് കറക്റ്റായാൽ മതി. ഓക്കെ, അപ്പോൾ ചെറിയ സ്പെസിഫിക് സ്പീഡാണ് എപ്പോഴും നമ്മൾ പെൽട്ടൺ വീലായിരിക്കും ചൂസ് ചെയ്യുക. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി ഹെഡിൻ്റെ കേസിലാണെങ്കിൽ നേരെ ഇൻവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത് ആകുമ്പോൾ നമ്മൾ കപ്ലാൻ ടർബൈനാണ് ചൂസ് ചെയ്യുന്നത്. ഇനി ഹെഡിന് ടേംസ് ആകുമ്പോൾ എന്താവും? ഹെഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹെഡിൽ എപ്പോഴും നമ്മൾ കപ്ലാൻ ടർബൈൻ കണ്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. കപ്ലാൻ ടർബൈന് കഴിഞ്ഞാൽ ഫ്രാൻസിസ് കഴിഞ്ഞാൽ എന്ത് വരും? പെൽട്ടൺ വരും. അതങ്ങനെയാണ് നമ്മൾ ഹെഡിന് ടേംസ് പഠിക്കുക. ഓക്കെ, ചെറിയ ഹെഡിൽ കപ്ലാൻ ടർബൈൻ. മീഡിയം ഹെഡ്സിലേക്ക് വരുമ്പോൾ 30 to 60 ആണെങ്കിൽ കപ്ലാൻ ഓർ ഫ്രാൻസിസ്, പ്രിഫറബിളി കപ്ലാൻ ടർബൈൻ. നമ്മൾ 30 to 60 റേഞ്ചിലാണെങ്കിൽ കപ്ലാനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കപ്ലാനോ ഫ്രാൻസിസോ സെലക്ട് ചെയ്യാം. അങ്ങനെ 60 to 150 ആണെങ്കിൽ ഫ്രാൻസിസ് ഓർ കപ്ലാൻ, പ്രിഫറബിളി ഫ്രാൻസിസ്. കണ്ടില്ല? അങ്ങനെ ഹെഡ് കൂടി വരുമ്പോൾ സംഭവിക്കും, ഏറ്റവും അവസാനത്തേക്ക് വരുമ്പം പെൽട്ടൺ. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെൽട്ടൺ വീൽ ടർബൈൻ ആയിരിക്കും. നമ്മൾ വളരെ ഹൈ ഹെഡിൽ, അതായത് ഡാമിലൊക്കെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ ഹെഡിൽ കൂടെ ഇറങ്ങി വരുന്ന വെള്ളമാണ്. അവിടെയൊക്കെ നമ്മൾ പെൽട്ടൺ വീൽ ടർബൈനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ആ റേഞ്ച് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇതൊരു 30 to 70 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതൊരു 65 to 145 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അത് നമ്മുടെ ബുക്സിനനുസരിച്ചിട്ട് നമുക്ക് വേരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ആ റേഞ്ച് പഠിക്കുക, ഈ ഓർഡർ പഠിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ വെള്ളത്തിൻ്റെ ഹൈറ്റിലാണെങ്കിൽ അത് കപ്ലാൻ ടർബൈന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ.
വലിയ ഹെഡിലുള്ളത് പെൽട്ടൺ വീൽ ടർബൈൻ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിയറി പാർട്ട്. ഇതിനോട് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ്, അതായത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഔട്ട്വേർഡ് ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, അവിടെ നിങ്ങൾക്ക് ബ്ലേഡ്സ് ആംഗിൾസിനെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാം. ഫ്രാൻസിസ് ടർബൈൻ, അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം വരാം. കപ്ലാൻ ടർബൈൻ്റെ പ്രോബ്ലം വരാം. അതുപോലെ ഇവിടെ വരുമ്പോൾ യൂണിറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ പ്രോബ്ലംസ് വരാം. യൂണിറ്റ് ക്വാണ്ടിറ്റീസിന് കൂടെ തന്നെ സ്പെസിഫിക് സ്പീഡിൻ്റെ പ്രോബ്ലംസ് വരാം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുമ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 അതിൻ്റെ പ്രോബ്ലംസ് എന്തായാലും പഠിക്കുക. ഈ മൊഡ്യൂൾ 3 നിങ്ങൾക്ക് കപ്ലാൻ ടർബൈൻ്റെ യൂണിറ്റ് ക്വാണ്ടിറ്റീസിനും പ്രോബ്ലംസ് പഠിക്കാം. അത് കുറച്ച് സിമ്പിളാണ്. കാരണം കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ പെൽട്ടൺ ടർബൈൻ്റെ ഏതാണ്ട് സെയിം സംഗതികൾ തന്നെയാണ് വരും, ചെറിയ 2 കാര്യങ്ങൾ വ്യത്യാസമുള്ളൂ. അതുപോലെ യൂണിറ്റ് ക്വാണ്ടിറ്റീസിന് പഠിക്കാം. ഓക്കെ, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.